കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് ഇന്നാണ് രാവിലെ 10 മണിക്ക് ചേരുന്ന കൌൺസിൽ യോഗത്തിൽ ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ ബജറ്റ് അവതരിപ്പിക്കും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള സിപിഎം സിപിഐ തർക്കത്തിലെ സമവായത്തിന് പിറകെയാണ് ബജറ്റ് അവതരണത്തിൽ അനിശ്ചിതത്വം നീങ്ങിയത്. മോസിന വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. മോസിന, വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ വെല്ലുവിളികൾക്കൊടുവിൽ ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഇന്ന്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. LDFിലെ മുൻധാരണ പ്രകാരം 3 വർഷത്തിനിപ്പുറം CPIക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം നൽകണമെന്നായിരുന്നു ധാരണ. ഈ ധാരണ പാലിക്കാതെ വന്നതോടുകൂടിയാണ് CPI CPM തർക്കം ഉടലെടുക്കുന്നത്. അതോടുകൂടി ബജറ്റ് അവതരണം തന്നെ അതിൽ പ്രശ്നമുണ്ടാകും എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ജില്ലാ നേതൃത്വം ഇടപെട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. ജൂൺ മാസത്തോടുകൂടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം CPIക്ക് നൽകുമെന്നുള്ള ഉറപ്പ് മേലാണ് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തവണ ഡെപ്യൂട്ടി മേയർ കെ. അൻസിയ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ ബജറ്റ് പ്രസംഗം കെ. അൻസിയ നടത്തുന്നതിന് ശേഷം കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി ആയിരിക്കും ബജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളൊരു സൂചന ഉണ്ട്. വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ CPM CPI തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബജറ്റിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും, അതായത് ചട്ടങ്ങളൊന്നും പാലിച്ചില്ല എന്നൊരു ആരോപണം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി ഫിനാൻസ് കമ്മിറ്റി ചേരേണ്ടതുണ്ട്. ഈ ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ യോഗത്തിൽ ചർച്ച ചെയ്ത് ഒരു അംഗീകാരം തേടേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളൊന്നും തന്നെ ഈ CPI CPM തർക്കം മൂലം നടന്നിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. BJP അംഗങ്ങളും ഇക്കാര്യത്തിൽ സമാനമായ അഭിപ്രായം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ബജറ്റ് അവതരണം ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയാണ് കൂടുതൽ.